നമ്മുടെ കണ്ണൂർ കോക്ടെയിലിനെ പറ്റിയിട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ഐസ്ക്രീമൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ ക്യാരറ്റ് പുഴുങ്ങിയതും അതിലോട്ട് ഞാനൊരു 10 ബദാമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അതിൻ്റെ നേർപകുതി തന്നെ പപ്പായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പാക്കറ്റ് പാൽ നല്ല ഐസാക്കിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം പാൽപ്പൊടിയാണ്. അപ്പം പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീമൊന്നും ഇല്ലെങ്കിലും ആ ഒരു പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ട് എടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് കുറച്ച് കിസ്മിസും ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ തന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അതൊക്കെയല്ലേ കോക്ടെയിലിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ അനാർ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, ഈ ഒരു നട്ട്സും അനാറൊക്കെ കുറച്ച് നല്ല കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോ. ഇത് നമ്മൾ കുടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് കേട്ടോ ആ ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ അടിച്ചു വെച്ച ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലായി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.